ഹലോ ഞാനിന്നൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ഇന്നത്തെ റെസിപ്പിക്ക് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് സോറൽ ലീവ്സ് ആണ്. ഇത് ഇച്ചിരി പുളിയുള്ളൊരു ഇലയാണ്. ഇതിനെ ഇവിടെ ഗോങ്കൂര എന്ന് പറയും. ഈ ഇല എന്ന് പറയുന്നത് മോസ്റ്റ്ലി തെലങ്കാന ആൻഡ് ആന്ധ്രയിലാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഇത് കേരളത്തിൽ വാങ്ങാൻ കിട്ടുമെന്നറിയില്ല, പക്ഷെ അയ്യത്തും പറമ്പിലും ഒക്കെ ഇത് കണ്ടിട്ടുണ്ടെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. ഈ ഇല പരിപ്പിലും മട്ടനിലും ചിക്കനിലും ഒക്കെ ഇടാവുന്നതാണ്. ഈ ഇല വെച്ച് അച്ചാറും ഉണ്ടാക്കും. ഗർഭിണികൾക്ക് അധികം റെക്കമെൻഡഡ് അല്ല ഈ ഇല. ഈ ഇല യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ടൊമാറ്റോ ഓർ കേർഡ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കറീസിൽ. ഇന്ന് ഈ ഇല വെച്ച് നമ്മളൊരു ചിക്കൻ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്, ഗോങ്കുര ചിക്കൻ അല്ലെങ്കിൽ ഗ്രീൻ ചില്ലി ചിക്കൻ. അതിന് നമുക്ക് ആദ്യം ഈ ഇല നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് ചോപ്പ് ചെയ്ത് വെക്കണം. സവോള, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ പച്ചമുളകും കറിവേപ്പിലയും കൂടെ അരച്ച പേസ്റ്റ് വേണം. ആവശ്യത്തിന് ഉപ്പ്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല. മുളക് പൊടി ഓപ്ഷണൽ ആണ്. ചില പച്ചമുളകിന് എരിവ് കാണില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യാം. നല്ല കാന്താരി മുളക് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 1 kg ചിക്കനാണ് യൂസ് ചെയ്യുന്നത്. നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ കടായിൽ കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ഉള്ളി ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് വഴണ്ട് തുടങ്ങുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും മല്ലിപ്പൊടിയും ആഡ് ചെയ്യാവുന്നതാണ്. അത് വഴണ്ട് വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഗ്രീൻ പേസ്റ്റ്, അതായത് പച്ചമുളകും കറിവേപ്പിലയും കൂടെ അരച്ചതാണ്, അതിട്ട് കൊടുക്കാം. ഈ മുളകിന് നല്ല എരിവുള്ളത് മുളകാണ്, അതുകൊണ്ട് ഞാൻ മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല. എണ്ണ ചെറുതായിട്ടൊന്ന് തെളിഞ്ഞു വരുമ്പോൾ അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ച് ഗോങ്കൂരേൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് ടോസ് ചെയ്യണം. ഈ ഇല വേവാൻ കുറച്ച് സമയം എടുക്കും. അപ്പം നന്നായിട്ട് വഴറ്റിയെടുക്കുക. ചെറുതായിട്ട് എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേനും നമ്മൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച് ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിനെ നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ചിക്കൻ വേവുന്നത് വരെ ഇതൊന്ന് നമുക്ക് അടച്ചു വയ്ക്കാം. ഈ ഇലയ്ക്ക് ഇച്ചിരി പുളി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ തക്കാളിയോ തൈരോ യൂസ് ചെയ്യുന്നില്ല. ഇതൊരു 15-20 മിനിറ്റ്സ് ആകുമ്പോഴത്തേനും എണ്ണ ഇതുപോലെ നല്ലതായിട്ട് തെളിഞ്ഞു വരും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ ഗരം മസാലയും ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിത് ഇവിടെ വീട്ടിലുണ്ടാക്കിയ ഗരം മസാലയാണ് യൂസ് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ്സ് വരെ നമ്മൾ ഇത് ബോയിൽ ചെയ്യണം. ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ട് നമുക്ക് മല്ലിയില കൊണ്ട് ഇതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ സൂപ്പർ ടേസ്റ്റി ആൻഡ് സ്പൈസി ആയിട്ടുള്ള ഗോങ്കുര ചിക്കൻ റെഡിയാണ്, അല്ലെങ്കിൽ ഗ്രീൻ ചില്ലി ചിക്കൻ റെഡിയാണ്. ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.